Watch India's largest kids library only on Jio Hotstar. Download the app now. ജോണായിരിക്കും ഡോൺ. ഈ ജോൺ തന്നെയായിരിക്കും ഡോൺ. ഇന്ന് ഞാൻ മൊട്ടൂനെ പത്രോനെ നല്ല രീതിയിൽ അപമാനിക്കാൻ പോവുക. കരയുന്നത് അവരും ചിരിക്കുന്നത് ജോണുമായിരിക്കും. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. പക്ഷേ ഒരു കാര്യം, ബോസിന്റെ കൊടുങ്കാറ്റ് ബുദ്ധിയൊന്നും ഉദിക്കുന്നില്ലല്ലോ. ഉണ്ടെങ്കിൽ പറയേ. യെസ് എന്റെ പൈശാചിക ബുദ്ധിയിൽ ഭീകരമായ ഒരു ഐഡിയ വന്നിട്ടുണ്ട്. ഇന്ന് മേയർ സാറിന്റെ മോളുടെ ബർത്ത്ഡേയാ. ഇന്ന് ആ ഫംഗ്ഷൻ എന്തായാലും മോട്ടുവും പത്രവും എത്തും. മോക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഞാൻ മാറ്റി വെക്കും. മോക്ക് കിട്ടുന്ന ഗിഫ്റ്റ് കാണുന്ന മേയർ സാറ് അവരെ രണ്ടുപേരെയും നാട്ടിൽ നിന്ന് പറഞ്ഞയക്കും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. പക്ഷെ ബോസ്, നിങ്ങൾ എന്ത് ഗിഫ്റ്റാ കൊടുക്കാൻ പോകുന്നേ? അത് ഞങ്ങൾക്കും കൂടി കാണിച്ചു തരൂ. നിങ്ങളുടെ കൊഴങ്കാറ്റ് ബുദ്ധി എപ്പോഴും നമ്മൾക്ക് ദോഷമാ ചെയ്യുന്നേ. ഒന്ന് മിണ്ടാതിരിക്കടാ. എന്റെ ഐഡിയ പറ്റി നിനക്കൊരു ചുക്കും അറിയത്തില്ല. അവിടെ നടക്കാൻ പോകുന്നതൊക്കെ നീയൊക്കെ കണ്ടറിയ. ഹാപ്പി ബർത്ത്ഡേ മോളു, ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് വാങ്ങിച്ചോളൂ. മോക്ക് വേണ്ടി വാങ്ങിച്ച സ്പെഷ്യൽ ഗിഫ്റ്റാ. താങ്ക് യു മോട്ടു പത്ലു അങ്കിൾ. നോക്ക്, ഇത് മോട്ടും പത്തിലും കൊണ്ടുവന്ന സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. ഈ ഗിഫ്റ്റ് അകത്ത് കൊണ്ടുപോയി വെക്ക്. ഫംഗ്ഷന് ശേഷം നമുക്ക് ഇത് തുറന്നു നോക്കാം. എന്റെ മകൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഗിഫ്റ്റ് വളരെ സ്പെഷ്യൽ ആയിരിക്കും. അങ്ങനെയാണോ? എന്താ ഇപ്പൊ തന്നെ കാണിച്ചു കൊടുക്കാം. ഹീറോയിന്ന് സീറോയാക്കി. നല്ല മണം. ഹലോ. ജോണായിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ. ഞാൻ തന്നെ ഗിഫ്റ്റ് മാറ്റി വെച്ചാ പോട്ടു. അവരാ ഗിഫ്റ്റ് തുറന്നു നോക്കുമ്പോ നീ എല്ലാവരുടെ മുന്നിലും അപമാനിതനാകുമ്പോഴാ പോട്ട്. അത് മാത്രമല്ല, നിനക്കത് ജീവിതകാലം മുഴുവനും മറക്കാനും കഴിയില്ല. എന്താ പറ്റിയ മോട്ടു? പത്ലു, ജോൺ ഗിഫ്റ്റ് മാറ്റി കളഞ്ഞത്രേ. അറിയില്ല അതിനകത്ത് അവൻ എന്താ വെച്ചിരിക്കുന്നതെന്ന്. അവൻ പറയുവാ നമുക്ക് നല്ല പേരായിരിക്കുമെന്ന്. ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യ പത്ലു? എടാ ജോണെ, കുട്ടാ, പൊന്നുമോനെ, അങ്ങനെ ചെയ്യല്ലേ. ഞങ്ങളുടെ ഗിഫ്റ്റ് തിരിച്ചു തന്നേക്കൂ. ഇല്ലെങ്കിൽ ഇടിച്ചതിന്റെ ഊപ്പാടളക്കും ഞാൻ ഇവിടെ ഉണ്ടെങ്കിലല്ലേ നിനക്ക് എന്നെ പിടിക്കാൻ കഴിയൂ. പിന്നെ പിടിച്ചാലല്ലട നിനക്ക് അടിക്കാൻ പറ്റൂ. ജോണെ, അങ്ങനെ പറയരുത് പ്ലീസ്. എന്റെ മോട്ടു, നീ എന്തിനാ വെറുതെ കിടന്ന് കരയുന്നത്? അവൻ ഈ പാർട്ടി ഹാള് വിട്ടിട്ട് ദൂരേക്കെങ്ങും പോയിട്ടുണ്ടാവില്ല. ആ ഗിഫ്റ്റ് ചിലപ്പോ അവന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടാവും. വാ, നമുക്ക് ആദ്യം ഗിഫ്റ്റ് വാങ്ങിയിട്ട് എന്നിട്ട് ഈ ലോക്കറ്റ് എക്സ്ചേഞ്ച് ചെയ്യാം. വേഗം വാ. നമ്പർ 2, ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണോ? ഇല്ല, നമ്പർ 1 നിന്റെ ആയിരിക്കും. അപ്പോ നമ്മുടെ രണ്ടാളുടെ അല്ലെന്നോ? അപ്പൊ ബോസിന്റെ ആയിരിക്കും അല്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ ബോസ്. ഇന്നെന്റെ ബർത്ത്ഡേ ഒന്നും അല്ല, എന്റെ ബർത്ത്ഡേ ആണെന്ന് ആരാ പറഞ്ഞത്? എടാ മണ്ട, ഇത് മേയർ സാറിന്റെ പെങ്കൊച്ചിന്റെ ബർത്ത്ഡേയാ. നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഏതോ ഒരു വലിയ ബോക്സ് നമ്മുടെ വാഴക്കിൽ വെച്ചിട്ടുണ്ട്. എന്ത്? ഇത് നല്ല കാര്യമല്ല. ഇതുവരെ എന്റെ ബർത്ത്ഡേക്ക് ആരും 10 പൈസ പോലും തന്നിട്ടില്ല. അങ്ങനെയുള്ളപ്പോ ഇതാരായിരിക്കും എനിക്ക് ഗിഫ്റ്റ് ഒക്കെ തന്നിരിക്കുക? ഇനി എന്റെ വല്ല ഫാനോ മറ്റോ ആണോ ആവോ? എന്തായാലും പൊട്ടിച്ചു നോക്കാം. കഴിക്കാൻ പറ്റുന്നതാണ് കഴിക്കാം. പക്ഷെ ഞാൻ വന്നിട്ട് പൊട്ടിച്ചാ മതി.
ഇരിക്കുന്നത് നമ്മുടെ ഗിഫ്റ്റ്. ജോൺ അത് വലിയ ഗിഫ്റ്റ് ബോക്സിൽ ഇട്ട് വെച്ചിരിക്കുക. വേഗം വാ, നമുക്കത് എടുക്കാം. നമ്പർ 1 ഗിഫ്റ്റ് വെളിയിൽ പോവാണ്. എവിടെ? പുറത്ത് എവിടെ പോവുകയാ ഈ ഗിഫ്റ്റ്? ഇതുവരെ എനിക്ക് അറിയത്തില്ല. ഗിഫ്റ്റ് പോയെന്നോ? ഗിഫ്റ്റ് എവിടെ പോവുക? പോയിട്ട് പറഞ്ഞാ പോരെ. എടാ മണ്ടന്മാരെ, നിങ്ങൾ ചെന്ന് പെട്ടെന്ന് അവന്മാരെ പിടിക്കണേ. എന്നാ പറ്റി? അല്ല, ഈ ഗിഫ്റ്റ് എന്താ വഴിയിൽ ഇങ്ങനെ വെച്ചിരിക്കണേ? മനസ്സിലായില്ലല്ലോ. നല്ല ഭാരമുണ്ട്. എനിക്ക് തോന്നുന്നു ആരോ ഏതൊരു കനമുള്ള ഗിഫ്റ്റ് തന്നിരിക്കാന്നാ. വേറെ ആരെങ്കിലും വിളിക്കണം തോന്നി ഗിഫ്റ്റ് പോക്കാൻ. അല്ല, ഗിഫ്റ്റ് ആരോ എടുത്തോണ്ട് പോയത്? അതെ, ഒന്ന് നോക്കിയേ നിന്ന്. ഗിഫ്റ്റ് ആരോ എടുത്തോണ്ട് ഓടിപ്പോയി. അതെ, ഇങ്ങോട്ട് നോക്കിയേ. ഗിഫ്റ്റ് ബോക്സ് ഏണി കയറി പോകുന്നു. പിടിക്ക്. ഗിഫ്റ്റ് ബോക്സ് ഒന്ന് പിടിച്ചാരെങ്കിൽ. ഓടിക്കോ മോട്ടു, ഓടിക്കോ. നമ്മളെങ്ങാനും ഇവരുടെ കയ്യിൽ പെട്ട നമ്മുടെ പണി തീർക്കും. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ഒന്ന് ആലോചിക്കൂ. ഐഡിയ. നമുക്ക് രണ്ടുപേർക്കും വേഷം മാറിയിട്ട് പോവാം. ഏയ്, നിങ്ങളിത് എവിടേക്കാ പോകുന്നേ? അല്ല, നിങ്ങളൊക്കെ ആരാ? ഞങ്ങള് പാർട്ടിയിൽ ജോലി ചെയ്യാൻ വേണ്ടി വന്നതാ. എന്റെ പേരാണ് പത്തിലി. അപ്പൊ നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് മോട്ടി ബെഞ്ചി. നിങ്ങളുടെ ജോലിയൊക്കെ പിന്നീടാവാം. ആദ്യം ഞങ്ങളുടെ കൂടെ വന്ന് നൃത്തം ചെയ്യൂ. അരേ വാ, അരേ വാ, ഇവർ രണ്ടുപേരും നന്നായി നൃത്തം ചെയ്യുന്നുണ്ട് അല്ലേ? നിങ്ങൾ കണ്ടതല്ലേ? വരൂ, നമുക്ക് ഇവരെ സ്റ്റേജിൽ കൊണ്ടുപോയി എല്ലാവരുടെ മുന്നിലും നൃത്തം ചെയ്യിക്കാം. വാ, വേഗം വാ. ഏയ്, ഇവരുടെ ശബ്ദം ആണുങ്ങളുടെ ശബ്ദം പോലെയുണ്ട്. ഇവർ രണ്ടുപേരും പെണ്ണുങ്ങളല്ല. വേഗം പോയി പിടിക്കൂ. എന്തോ കള്ളത്തരം ഒപ്പിക്കാനോ? വേഗം പോയി പിടിക്കൂ. എവിടേക്ക് പോയി? അപ്പോൾ സുഹൃത്തുക്കളെ, ആ സമയം വന്നിരിക്കുന്നു. മോട്ടും പത്രവും കൊടുത്തിട്ടുള്ള ആ സ്പെഷ്യൽ ഗിഫ്റ്റ് നമ്മൾ തുറക്കാൻ പോവുകയാണ്. എല്ലാവരും കാണുകയും. താങ്ക് യു മോട്ടു പത്ലു അങ്കിൾ. ഇത്രയും മനോഹരമായ വിലയുള്ള ഗിഫ്റ്റ് എനിക്ക് വാങ്ങിച്ചു തന്നില്ലേ? താങ്ക് യു സോ മച്ച് അങ്കിൾ. നിങ്ങൾ എപ്പോഴും പ്രിയപ്പെട്ടതായിരിക്കും എനിക്കും ഈ ഫുർഫുരി നഗരത്തിനും. ഇതെങ്ങനെ സംഭവിച്ചു? ഈ ഗിഫ്റ്റ് ഞാനടുത്ത് മാറ്റി വെച്ചാണോ? എല്ലാം അവതാളത്തിലായി. ആ ഗിഫ്റ്റ് എങ്ങനെയാ തിരിച്ചവിടെ ചെന്നത് എനിക്ക് മനസ്സിലായി. ജയിലിലേക്ക് നടക്കും ജോണ്. ജയിലിൽ നിനക്ക് നല്ല സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. ഇതാ ജോണിന് ഒരു പാഴ്സൽ ഉണ്ട്.
എന്റെ അമ്മോ ജയിൽ പുള്ളിക്ക് ഗിഫ്റ്റോ കൊടുക്കാൻ സമ്മതിക്കില്ല, ഞാൻ കൊടുക്കാൻ സമ്മതിക്കില്ല. ചിങ്കം സാറേ, ഞാനിപ്പോ ജയിലില്ല സാർ, അത് മറക്കണ്ട. എന്റെ വല്ല ഫാൻസും ആയിരിക്കും സാറേ, ഒന്ന് തരുവോ? സാറേ അവൻ അവന്റെ ഗിഫ്റ്റ് കൊടുത്തേക്ക്. ഓക്കെ. വേണ്ടായിരുന്നു. ഇത് വടി കൊണ്ട് തടി മേടിച്ചതുപോലെ ആയല്ലോ. ഞാൻ മേടിച്ച ഗിഫ്റ്റ് ബാക്കി ഇത് എനിക്ക് തന്നെ അയക്കുന്നു. ചീറ്റിംഗ്. Watch India's largest kids library only on Geo Hotstar. Download the app now.